നമസ്കാരം. അപ്പോൾ ഞാനിന്നൊരു കുമ്പളയില കേട്ടോ, ശരിക്കും പറഞ്ഞാൽ നെയ്ക്കുമ്പളങ്ങയുടെ ഇലയാണ്. അപ്പം ഇതും കൊണ്ട് ഞാനൊരു തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ മല്ലിയിലയും പച്ചമാങ്ങ ഇട്ടുള്ള ഒരു ഐറ്റം അതും ഉണ്ടാക്കാമെന്ന് വെച്ചിരിക്കുക. അപ്പോൾ ഇതും പിള്ളേരെല്ലാം ഏകദേശം അകത്ത് കയറിയിരിക്കുക. അപ്പം ആ സമയത്ത് ഞാൻ എല്ലാം റെഡിയാക്കിയിട്ട് ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചിരുന്നു നിങ്ങളെല്ലാവരും. മാങ്ങയും മല്ലിയിലയും കൊണ്ടുള്ള ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുക. അപ്പോൾ അതിന് വേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ പറഞ്ഞാൽ മാങ്ങ വേണം, മല്ലിയില വേണം, പിന്നെ നമ്മുടെ മുളക്, ഉപ്പ്, ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, ഇത്രയും സാധനം വേണം കേട്ടോ. അപ്പം തേങ്ങയും അതാണ് മെയിനായിട്ട് നമുക്ക് വേണ്ടേ. അപ്പോൾ ആദ്യം നമ്മൾ വറ്റമുളകും ഉപ്പും ഇട്ട് നന്നായിട്ട് അരയ്ക്കുക. നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. എന്നാലേ നമ്മൾ കല്ല് വെച്ച് അരയ്ക്കുമ്പം അറിയാമല്ലോ, അതിനായിട്ട് പ്രത്യേക ഒരു ടേസ്റ്റ് കേട്ടോ കല്ല് വെച്ച് ചമ്മന്തി അരയ്ക്കുന്നത്. നന്നായിട്ട് അരച്ച ശേഷം നമ്മൾ അതിലേക്ക് ഇച്ചിരി ശകലം ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് അരയ്ക്കണം. നന്നായിട്ട് വെച്ചാൽ നല്ല പേസ്റ്റ് പരുവത്തിലാകുന്നത് നല്ല ചതച്ചെടുത്താലേ അതിനൊരു ടേസ്റ്റ് കാര്യങ്ങളൊക്കെ വരത്തുള്ളൂ. അപ്പോൾ എന്നെ സഹായിക്കാൻ ഒരു ചേച്ചിയുണ്ട് കേട്ടോ. അപ്പോൾ ചേച്ചിയും ഞാനും കൂടി ചേർത്താണ്, സൂസൻ ചേച്ചി എന്ന് പറയും. അപ്പോൾ ചേച്ചിയും ഞാനും കൂടിയാണ് ഇന്ന് മല്ലിയില ചമ്മന്തി ഉണ്ടാക്കാൻ നിങ്ങളെ കാണിക്കുന്നത്. അപ്പം മുളക് നന്നായിട്ട് അരച്ച് കഴിഞ്ഞിട്ട് അതിനകത്ത് നമ്മൾ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. നമ്മൾ അരയ്ക്കുന്നതിൻ്റെ ഇതനുസരിച്ചിരിക്കും അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ നന്നായിട്ട് അരച്ചാലേ നമുക്ക് അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. അത് കഴിഞ്ഞ് മല്ലിയില ഇടണം. മല്ലിയില ഇട്ട് കഴിഞ്ഞിട്ട് നല്ലതായിട്ട് ചതച്ചെടുക്കണം. മല്ലിയില ഇട്ട് നന്നായിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ തേങ്ങ ചേർക്കണം. ഇത് പണ്ട് നമ്മുടെ അമ്മൂമ്മമാരൊക്കെ മിക്കവാറും ഇതുപോലെ കല്ല് വെച്ച് അരച്ച് ഒരു വെറൈറ്റി ആയിട്ടുള്ള ചമ്മന്തിയാട്ടോ ഇത്. അപ്പോൾ ഒരുപാട് നാൾ ശേഷം ഞങ്ങളൊന്ന് നോക്കിയതാണ് ഇങ്ങനെ അരച്ച് എങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളൊന്ന് നോക്കിയതാണ്. പിന്നെ നമ്മൾ അതിനകത്തേക്ക് മാങ്ങ ചേർത്തു കേട്ടോ. മാങ്ങ നല്ല പച്ചമാങ്ങയായ കുറച്ചുകൂടി നല്ലത് കേട്ടോ. പക്ഷേ ഇച്ചിരി പഴുത്തു പോയി, അതിൻ്റെ ഒരു കുറവേ ഉള്ളായിരുന്നുള്ളൂ. പക്ഷെ നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ പഴുത്ത മാങ്ങയിട്ട് നമ്മൾ നന്നായിട്ട് അതിൻ്റെ കൂടെ ഒരു വെളുത്തുള്ളിയും കൂടെ, മാങ്ങയുടെ കൂടെ ഒരു വെളുത്തുള്ളിയും കൂടെ ഇടുന്നതിന് കുഴപ്പമില്ല. നമ്മൾ ആദ്യം കുറച്ചിട്ടുണ്ടല്ലോ, പിന്നെ ഒരു വെളുത്തുള്ളിയും കൂടി ഇട്ട് ചതച്ചെടുക്കുന്നത് കുറച്ചുകൂടെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നല്ല അരച്ചെടുക്കട്ടെ. നന്നായി ചതച്ച് നല്ല അരച്ചെടുക്കണം നമുക്ക്. പിന്നെ തേങ്ങ ചേർത്ത് നമ്മൾ നന്നായിട്ട് കല്ല് വെച്ചരിക്കുമ്പോൾ അറിയാം, പ്രത്യേകിച്ച് ഞാൻ പറയണ്ടല്ലോ, അത്ര നല്ല ടേസ്റ്റാണ് കല്ല് വെച്ചരിക്കുന്ന ഏത് കറിക്കാണെങ്കിലും കല്ല് വെച്ചരിക്കുന്നതിനും പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഇപ്പോഴെല്ലാവരും മിക്സിങ് കാര്യങ്ങളൊക്കെ, പക്ഷെ പണ്ടുള്ളവരൊക്കെ എപ്പോഴും കല്ല് വെച്ച് അതിന് പ്രത്യേക ഒരു സാധാ കേട്ടോ പണ്ടുണ്ട്. പിന്നെ നമ്മളതിനകത്ത് തേങ്ങ ചേർത്ത് നന്നായിട്ട് ചതച്ചെടുക്കുക. അപ്പോൾ ചേച്ചിയാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ചേച്ചി ഇതിനു മുമ്പ് ഒരു സ്ഥലത്ത് പോയി ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്നാണ് ചേച്ചി പറഞ്ഞത്. അപ്പോൾ ചേച്ചി പറഞ്ഞ് ഇത് പണ്ടുള്ളവർ ഇങ്ങനത്തെ ചമ്മന്തിയൊക്കെ ഒരുപാട് പണ്ട് ഉള്ളവരൊക്കെ ഉണ്ട്. ചേച്ചിയുടെയൊക്കെ വീട്ടിലുള്ള അമ്മയൊക്കെ നല്ലതായിട്ട് ഇങ്ങനെ അരച്ചെടുത്ത് അപ്പോൾ ഞാനിപ്പോൾ ചേച്ചി എന്നാൽ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാൻ പറഞ്ഞ് ഞാൻ ചേച്ചിയും കൂടെ നോക്കിയതാണ് കേട്ടോ. പക്ഷേ സംഭവം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പം ഏകദേശം ചമ്മന്തിൻ്റെ അരച്ച് കഴിഞ്ഞ് ചേച്ചി അത് ഉരുട്ടുക കേട്ടോ. പക്ഷേ ഇതിനകത്ത് ചോറൊക്കെ ഇട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ്. പക്ഷേ കുഞ്ഞൊക്കെ കഴിക്കുന്നു. അന്നേരം എനിക്കതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പക്ഷെ ഞങ്ങളതിങ്ങനെ ചോറൊക്കെ ഇട്ട് ഇളകി കല്ലേ വെച്ച് തന്നെ ചോറൊക്കെ എടുത്തുകൊണ്ട് പിന്നെ ഞങ്ങൾ ഇന്ന് ഞാൻ വെച്ച കുമ്പളങ്ങ തോരനും മത്തിയും ചോറും മല്ലിയില ചമ്മന്തിയും കൂട്ടി ഞങ്ങൾ കഴിച്ചു. അപ്പോൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പം അവിടെ ഒരാൾ വന്ന് ഭയങ്കര കളിയും ചിരിയ കേട്ടോ. അപ്പം അവൻ്റെയും കൂടെ വീഡിയോ കാണിക്കാമെന്ന് വെച്ച് ഞാൻ ഇറങ്ങിയതാണ് കേട്ടോ പുറത്തോട്ട്. അപ്പോൾ കാക്കയുണ്ട് ആ കൂടെ അവിടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.